പോയി ഇതിലാണ് കോഫി മൈ കോഫി മൈ കോഫി മൈ കോഫി മൈ കോഫി മൈ കോഫി നടന്നോ പതുക്കാന്നാണ് കൊല്ലുവാൻ പണ്ട് 6 മാതാക്കൾ പുറപ്പെട്ടു പണ്ട് 6 പേർ 100,000 പടകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക തെളിയുന്നൊരു ശ്രീഭദ്രയെന്ന് സ്ത്രീക്ക് മുക്തങ്ങൾ പേരു വിളിച്ച് ഭദ്രയദേവൻ അടുത്തു വിളിച്ച് സങ്കടം ജീവിതം മെല്ലെ പറഞ്ഞ് കായികനെ കൊല ചെയ്യുവനെ ഒരു കാലി ചന്ദ്രക്കാലാതരിയാകും അകാലി കറുകറുത്ത മുടി അഴിച്ചിട്ടു കണ്ണുകൾ അഗ്നി കൊണ്ടാനി തൊഴിച്ചു ചപ്പട്ടു വാരി വരത്തുന്നു ഒത്തുന്നു കള്ളി വാട്ടേടുന്നേ തുടങ്ങിയിട്ടുണ്ടോ പള്ളിവാളി വിടുമ്പേ എന്നായി ദൗര്യം നല്ലോ അന്ത്യം ഉടൻ കൈലാസനാഥൻ പറഞ്ഞു നാളെ വിടുന്ന പള്ളിവാളിൽ നിന്ന് കാവലായി ഇരിക്കുന്നു ഭദ്രകാളി അതുകൊണ്ട് നിന്നെ അയക്കുവാൻ വയ്യ അതുകേട്ട് ശ്രീഭദ്രമെല്ലെ തിരിച്ച് പള്ളിവാൾ ചെന്നങ്ങെടുക്കും നേരെ തിരിച്ചവൾ പള്ളിവാൾ ചെന്നങ്ങെടുക്കുന്നു ഭദ്രകാളി കസരം പിടിക്കാൻ പാടില്ല റൗണ്ട് 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 കസര ഭാഗത്ത് നിൽക്കാൻ പാടില്ല മൈ കോഫി
റൗണ്ടിലോട്ടെ ആ അത്ര റൗണ്ടിട്ട് ഓടാൻ ഓടിയാ മതി ഈ കാസേരനെ പിടിച്ചില്ലേ ഇങ്ങനെ റൗണ്ട് തോടണേ അവര് ആ കാസേര അവിടെ ഇരിക്കുന്നെങ്കിൽ കാസേരയുടെ നടുക്കുള്ളത് നിങ്ങൾ ചുറ്റും റൗണ്ടിട്ട് ഓടണം അടുത്ത പരിപാടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് ഇതിന് ശേഷം ഇതിന്റെ കുറച്ച് വെള്ളം കുടിച്ചാൽ ഇങ്ങോട്ട് വെള്ളം കൊടുത്താന് നല്ല വെള്ളം എടുത്തു ഓടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഒരു കാസേരയുടെ ചുറ്റും റൗണ്ടിട്ട് ഓടണം കുപ്പി എവിടെ ഉണ്ട് ഈ സൈഡില് രണ്ടെണ്ണം ഇപ്പുറം സൈഡില് രണ്ടെണ്ണം ഇതിന്റെ സൈഡില് കുപ്പി എടുത്തോർത്ത് അകലട്ടോട് ടെമ്പർ പോയി അതിന് അവര് തന്നെ പ്രശ്നം അവര് അതിന്റെ അടുത്ത് കൂടെ കറങ്ങണ വെയിലത്തിരിക്കണ്ട വെള്ളം കൊണ്ടുവരണം ഓടണ്ട 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 പതുക്കെ എടുത്താൽ മതി വെള്ളം കയ്യിലുണ്ടാവണമെന്ന് മാത്രം വെള്ളം വെള്ളം വിലമതിക്കുന്ന ഗിഫ്റ്റ് നേടാനുള്ള അവസരം നേടും കുടുംബക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുന്ന
ദുബായി കുടിച്ചോ. അടുത്ത ആൾക്ക് സ്പീഡിലാവട്ടെ പാട്ട് വരട്ടെ. സ്പീഡായിട്ടോ സ്പീഡായിട്ടോ നീ പോയി പോകണം. കയ്യിൽ കിടണം ആളുടെ മേത്ത് പുറത്തേക്കിടരുത്. സ്പീഡ് സ്പീഡ് സ്പീഡിലോടാ. സ്പീഡ് സ്പീഡ് സ്പീഡാണ് സ്പീഡാണ്. ഇട്ടുകൊടുക്കാം. ഗ്യാപ്പിട് ഗ്യാപ്പിട്. ജീവിതം ഓടി കിന്നാരം പറയാനോ കീർത്തനം പാടാനോ കിന്നാരം പറയാനോ വള്ളിക്കാട്ടിൽ കയറി കൂടി പുള്ളി കുയിലും പൂങ്കുയിലും സഖി പുള്ളി കുയിലും കൊട്ടും ഞാൻ കേട്ടില്ല കുഴലും ഞാൻ കേട്ടില്ല ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തുപതിച്ചൊരു പൂത്താലി സഖി മുത്തുപതിച്ചൊരു പൂത്താലി സഖി മുത്തുപതിച്ചൊരു പൂത്താലി ക്ഷിപ്രപത്നിയ പ്രദേശയിലിറന്നു കിട്ടിയ നെല്ലിൽ ക്ഷിപ്രമോദം കുറച്ചെടുത്തു തിരിച്ച വിലാക്കി ക്ഷിപ്രപത്നിയ പ്രദേശയിലിറന്നു കിട്ടിയ നെല്ലിൽ ക്ഷിപ്രമോദം കുറച്ചെടുത്തു വറുത്തിരിച്ച വിലാക്കി വൃത്തിയാക്കി വൃത്തിയോടെ കൊടുത്തയപ്പതിനായി ആർത്തിക്കൊണ്ടു പാത്രമില്ലാതുഴങ്ങു ഭക്തിയുടനെ വൃത്തിയാക്കി തൃപ്തിയോടെ കൊടുത്തയപ്പതിനായി ആർത്തിക്കൊണ്ടു പാത്രമില്ലാതുഴങ്ങു ഭക്തിയുടനെ കൊടുത്തു കീറി മുഷിഞ്ഞതായ പുടവ ചെവിച്ചെടുത്തു പൊതിഞ്ഞു കെട്ടി കിഴിയതാക്കി കൊടുത്തു വിപണം കെട്ടി മല്ലിക്കൊത്ത പൂൻ ചൂടി ഇരിപ്പുതത്ത തത്ത കൊടുങ്ങല്ലൂർ പെണ്ണും കെട്ടി മല്ലിക്കൊത്ത പൂം ചൂടി ഇരിപ്പുതത്ത തതിന്തക ഇരിപ്പുതത്ത കൊച്ചിയിലുണ്ടൊരുണ്ണി തത്ത കൊടുങ്ങല്ലൂർ പെണ്ണും കെട്ടി മല്ലിക്കൊത്ത പൂം ചൂടി ഇരിപ്പുതത്ത തതിന്തക ഇരിപ്പുതത്ത മലർപ്പാഴം തിന്നും തത്ത മലർപ്പാഴം തിന്നും തത്ത കുരുവൊന്നും കളയില്ല മുഴുവനാണി തതിന്തക മുഴുവനാണി മലരികെ പോകും തത്ത മലർപ്പാഴം തിന്നും തത്ത കുരുവൊന്നും കളയില്ല മുഴുവനാണി തതിന്തക മുഴുവനാണി കൊച്ചിയിലുണ്ടൊരുണ്ണി തത്ത കൊടുങ്ങല്ലൂർ പെണ്ണും കെട്ടി മല്ലിക്കൊത്ത പൂം ചൂടി ഇരിപ്പുതത്ത തതിന്തക ഇരിപ്പുതത്ത ആനയിൽ നല്ലാനയും നല്ലോരായുധത്തിൽ വാളും നല്ല ആനയിൽ നല്ലാനയും നല്ലോരായുധത്തിൽ വാളും നല്ല
പറക്കുന്ന പറവയിൽ ഗരുഡനല്ലോ തതിന്തക ഗരുഡനല്ലോ പറക്കുന്ന പറവയിൽ ഗരുഡനല്ലോ തതിന്തക ഗരുഡനല്ലോ കൊച്ചിയിലുണ്ടൊരുണ്ണി തത്ത കൊടുങ്ങല്ലൂർ പെണ്ണും കെട്ടി മല്ലിക്കൊത്ത പൂവും ചൂടി ഇരിപ്പു തത്ത തതിന്തക ഇരിപ്പു തത്ത തതിന്തക ഇരിപ്പു തത്ത. രാവണനോടി വാർത്തക ചൊല്ലാനാരെ ചൊല്ലി അയക്കേണ്ടോ മാരുതി മുമ്പേ പോയവനല്ലേ അവനെ ഇന്ന് അയക്കേണ്ട മാരുതി മുമ്പേ പോയവനല്ലേ അവനെ ഇന്ന് അയക്കേണ്ട അങ്കതനിപ്പോൾ ചെന്നിട്ടെന്നോട് വാർത്തകളെല്ലാം ചൊല്ലേണം അങ്കതനിപ്പോൾ ചെന്നിട്ടെന്നോട് വാർത്തകളെല്ലാം ചൊല്ലേണം ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ ഇരുന്നു ഹനുമാൻ രാവണനോടൊപ്പമായി പറഞ്ഞു ഹനുമാൻ രാവണനോട് തരാം എന്തട രാവണ ഏതട രാവണ സീത കക്കാൻ കാരണം എന്തട രാവണ ഏതട രാവണ സീത കക്കാൻ കാരണം നിന്നോടാരു പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ നിന്നോടാരു പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ ഇന്നരികിൽ നിൽക്കുന്ന മന്ത്രി താനോ ചൊല്ലിട്ടോ ഇന്നരികിൽ നിൽക്കുന്ന മന്ത്രി താനോ ചൊല്ലിട്ടോ മന്ദിയെ പിടിക്കട വലിക്കട കല്ലറയിലാക്കട കല്ലറയിലാക്കിയാൽ പോരാ വലിന്മേ തുണിച്ചിട്ടണം കല്ലറയിലാക്കിയാൽ പോരാ വലിന്മേ തുണിച്ചിട്ടണം വലിന്മേ തുണിച്ചിട്ടാ പോരാ എണ്ണ കൊണ്ടു നനയ്ക്കണം വലിന്മേ തുണിച്ചിട്ടാ പോരാ എണ്ണ കൊണ്ടു നനയ്ക്കണം എണ്ണ കൊണ്ടു നനച്ചാൽ പോരാ തീ കൊണ്ടു കൊളുത്തേണം എണ്ണ കൊണ്ടു നനച്ചാൽ പോരാ തീ കൊണ്ടു കൊളുത്തേണം അഗ്നി കൊണ്ട് കൊളുത്തിയാൽ പോരാ വർഷതലങ്ക മുടിക്കണം അഗ്നി കൊണ്ട് കൊളുത്തിയാൽ പോരാ രാക്ഷസലങ്ക മുടിക്കണം രാക്ഷസലങ്ക മുടിച്ചാൽ പോരാ സീതയെ കൊണ്ടിങ്ങ് പോരണോ രാക്ഷസലങ്ക മുടിച്ചാൽ പോരാ സീതയെ കൊണ്ടിങ്ങ് പോരണോ രാവണനോട് ഈ വാർത്തക ചൊല്ലാനാരെ ചൊല്ലി അയക്കേണ്ടോ രാവണനോട് ഈ വാർത്തക ചൊല്ലാനാരെ ചൊല്ലി അയക്കേണ്ടോ ആറപ്പോ റോ
వచ్చి చెప్పేస్తుండాలి ఫీలింగ్ ఫీలింగ్ వచ్చిండాలి రాగమంజరి నాయమ్మ పేరు కలవనోడు నేను మేస్తిరి కళాకారుల కానులోనది గచ్చ కడుకొని పడతాడు ముందు రాత్రి కుర్చీని మాట్లాడబెట్టి മുല്ലപ്പൂവാണന്റെ ഭാര്യമാരാകിയ മല്ലത്തിമാർ പലരൊത്തുകൂടി ഒത്തുകൂടി അവരൊത്തുകൂടി ഉല്ലാസത്തോടവർ ഒത്തുകൂടി അവരൊത്തുകൂടി ഒത്തുകൂടി അവരൊത്തുകൂടി ഉല്ലാസത്തോടവരെല്ലാവരും കൂടി കാളിനാദിയിലും ചെന്നിറങ്ങി ഉല്ലാസത്തോടവരെല്ലാവരും കൂടി കാളിനാദിയിലും ചെന്നിറങ്ങി
കത്തുക തിത്തുക ചാടി നീന്തി കുളിച്ചാരുമില്ലക്കരെ ഇങ്ങു വരാൻ ചാടി നീന്തി കത്തുക തിത്തുക ചാടി നീന്തി കുളിച്ചാരുമില്ലക്കരെ ഇങ്ങു വരാൻ അംബുജലോചനായ ബാലകൃഷ്ണൻ അമ്മൊഴിമാരുടെ ചേലയല്ല കന്മഷത്തോടവനാട കൈവാരിട്ട് ആലിൻ കൊമ്പിനവനാട ചാർത്തി വെണ്ണയും പാലും കവർന്നും പോലെയാം പെണ്ണുങ്ങളോട് കളിക്കരുത് വെണ്ണയും പാലും കവർന്നും പോലെയാം പെണ്ണുങ്ങളോട് കളിക്കരുത് നാണക്കേടുണ്ടു ഞങ്ങൾക്കു ബഹു മാനക്കേടുണ്ടു നിനക്കു വർത്താൻ മാനക്കേടുണ്ടു നിനക്കു വർത്താൻ കരയിൽ വന്നാലുള്ള തെളിഞ്ഞു ഞാൻ അടതരാം വെള്ളം വെടിഞ്ഞു കരയിൽ വന്നാലുള്ള തെളിഞ്ഞു ഞാൻ അടതരാം വെള്ളം വെടിഞ്ഞു കരയിൽ വന്നു ഒറ്റക്കാരൻ കൊണ്ടും കൂപ്പി നിന്നു രണ്ടുകാരം കൊണ്ടും കൂപ്പി നിന്നാലുള്ള തെളിഞ്ഞു ഞാൻ അടതരാം ചുറ്റം മാറ പറ്റി നിന്നവരെ രണ്ടുകാരം കൊണ്ടും കൂപ്പി നിന്നു അംബുജാലോചനൻ കൈക്കൊട്ടി ചിരിച്ചും കൊണ്ടാലിൻ കൊമ്പിൽ നിന്നും കീഴിറങ്ങി മുല്ലപ്പൂവാണെന്റെ ഭാര്യമാരാകിയ മല്ലക്ഷിമാർ പലരൊത്തുകൂടി പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരിക്കണ ചുണ്ട് 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 പവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണ പറത്തണ മുല്ലേ 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 മലയാളക്കരയിലക്കണ മുല്ലേ 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 വിളമ്പാനായില നിരക്കുന്ന മുരുകിവാ പിരിഞ്ഞിവാ ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പട്ടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പട്ടം മൂട് ഏത് മൂട് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ നാട്ടുകായ
കുട്ടനാടൻ കായലിലെ വെള്ളം തുഴയുമ്പോൾ പാടുന്നു പാടടി കൂടെ കാമത്തിന്റെ മിത്രങ്ങളിൽ കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുഴിയിലേ.
കാത്തിരിക്കാന്ന് പറഞ്ഞവള് കണ്ണോടു കണ്ണായിരുന്നവള് മണ്ണോടു മണ്ണായി മറന്നവള് പഞ്ചായത്തിൽ ഇപ്പോൾ ഓരോ പ്രദേശങ്ങൾ നോക്കിയാലും നല്ല രീതിയിൽ തന്നെ കലാപരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ തട്ടകത്തമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കുറച്ച് കഷ്ടപ്പാടുകളുണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും. നമ്മുടെ സാംസ്കാരിക നിലയത്തിലാണെങ്കിലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആകുമ്പോൾ ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ആയാലും റോഡിലായാലും എവിടെയൊക്കെ വെച്ച് അവരെന്തായാലും ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുവന്ന് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അവരെ ഓരോ പരിപാടികളിലും നമ്മുടെ അംഗൻവാടി തലത്തിലൊക്കെ അവിടെ നല്ല രീതിയിൽ അവരെ ഡാൻസും നല്ല പ്രാക്ടീസ് ചെയ്ത് അവര് സെറ്റാക്കി കൊണ്ടുവരാണ്. അപ്പൊ അവർക്ക് ഇന്നും നമുക്ക് ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വേദി അവർ ഒരുക്കി അതിനെ മുൻകൈ എടുത്ത് എന്നോട് ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ തട്ടകത്ത് അമ്മേരെ കുട്ടികൾ തന്നെയാണ് ഫ്ലെക്സ് ഒക്കെ വലിച്ചു കെട്ടുന്നത്, അവര് എന്തൊരു ഇൻട്രസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇവര് വേറെ ആൺകുട്ടികളൊന്നും ഇല്ല അവരെ സഹായിക്കാൻ, നമ്മുടെ പെൺകുട്ടികൾ തന്നെയാണ് വരുന്നത്. അവരൊരു സന്തോഷം. അപ്പൊ അവരിങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കിയപ്പോ ഒരുപാട് സന്തോഷം. ഇനി അവര് മുന്നോട്ട് തന്നെ പോട്ടെ. നമ്മുടെ എന്റെ ഓർമ്മ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്തൊക്കെയാണ് ഇങ്ങനെ നമ്മള് നമ്പൂർക്കാവ് അമ്പലം 13-ാം വാർഡ് നമ്മുടെ ഇപ്പൊ തച്ചമ്പള്ളി അങ്ങനെയൊക്കെ പണ്ട് നമുക്ക് കിണ്ണംകളി തിരുവാതിരക്കളി അങ്ങനെയൊക്കെ നമ്മൾ ഒത്തുകൂടും. പക്ഷെ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇത് കാണല് നമ്മുടെ വാർഡിൽ കുറവാണ്. തച്ചമ്പള്ളിയിൽ ഈ തട്ടകത്തമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികള് കാൽ വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. CG സതീഷിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത വാർഡ് മെമ്പർ ശോഭേച്ചി, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൂടാതെ ഇന്നിവിടെ ഈ നവതളം 2025 എന്ന പരിപാടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ നാട്ടിലെ പെൺപുലികളാണ് ഇവർ. ഈ പെൺപുലികളെ എന്തായാലും നമ്മുടെ ഓണം വീണ്ടും ഏറ്റവും നല്ല രീതിയിൽ മലയാളി ഇന്ന് ഓണത്തെ വരവേറ്റു. ഓണം അങ്ങനെ കഴിഞ്ഞ് ഇറക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇനി പുലിക്കളിയോടുകൂടി നമ്മുടെ തൃശ്ശൂർക്കാരുടെ
ഒരു അഹങ്കാരമായിട്ടുള്ള പുലിക്കളിയോട് കൂടിയിട്ടാണ് ഓണം നമ്മൾ ഇങ്ങനെ തിരശ്ശീല വീഴ്ത്തുന്നത്. എന്നാൽ എല്ലാവരും നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള കുറേ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകങ്ങളും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം മലയാളി സ്നേഹിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം. അപ്പോൾ ആ ഓണത്തെ നന്നായിട്ട് നമ്മുടെ മലയാളി ഇന്ന് വരവേറ്റിട്ടുണ്ട്. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒന്നും വേർതിരിവുകളില്ലാതെ നമ്മളെല്ലാം ഒന്നാണെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് മലയാളി ഓണത്തെ ആഘോഷിക്കാറ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മളെ ഓണം ആഘോഷിക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് നമുക്കുണ്ടായിരുന്ന ഐതിഹ്യം എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ കേരളം എന്ന ഈ കൊച്ചു നാട് ഭരിച്ചിരുന്ന രാജാവ് നല്ല രീതിയിൽ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യത്തോടും കൂടി തൻ്റെ പ്രജകളെ നോക്കി കാണുന്നതിൽ അസൂയ പൂണ്ടുകൊണ്ട് വാമനന്റെ വേഷം ധരിച്ചുകൊണ്ട് ആ മഹാബലിയോട് വന്ന് എൻ്റെ നാട്ടിൽ ഇവിടെ 3 അടി മണ്ണ് ചോദിക്കുമ്പോൾ ആ 3 അടി മണ്ണ് കൊടുക്കാൻ നല്ല സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ 2 അടി കൊണ്ട് തന്നെ എല്ലാ ലോകവും അളന്നു കഴിഞ്ഞ് ഇനി ഞാൻ എവിടെ വെക്കുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ശിരസിൽ നിങ്ങളുടെ കാൽ പതിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശിരസ് കാണിച്ചു കൊടുത്ത ഏറ്റവും ദയാലുവും അതുപോലെ തന്നെ തൻ്റെ പറഞ്ഞ വാക്കിന് ഏറ്റവും വില കൊടുത്ത ഒരു രാജാവിൻ്റെ ഐതിഹ്യമായിട്ടാണ് മലയാളി ഓണം ആഘോഷിക്കുന്നത്. ആ ഓണം എനിക്ക് വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ കാണാനുള്ള സമയം തരണമെന്നുള്ളതിന് കൊടുത്ത മഹാബലിക്ക് കൊടുത്ത വരദാനമായിട്ടാണ് മലയാളി ഓണത്തെ ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ന് ഓണം പലതരത്തില് മാറ്റിമറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ മലയാളികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഓണം ഒരിക്കലും വാമന ജയന്തി അല്ല എന്നും അതുപോലെ തന്നെ ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും പ്രതീകമല്ല, എല്ലാ മലയാളികളുടെയും സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും എല്ലാം ആഘോഷമാണെന്ന് ഈ വർഷത്തെ ഓണാഘോഷത്തോട് കൂടിയിട്ടും ഒന്നും കൂടിയും തെളിയിച്ചിരിക്കുകയാണ് മലയാളി. അതോടൊപ്പം തന്നെ അരിമ്പൂര് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ പലതരത്തിലുള്ള ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സംഘാടകരെല്ലാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ മുന്നേറ്റമാണ്. അതിൽ തന്നെ സ്ത്രീകൾക്ക് കീഴടക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഇന്ന് ലോകം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതില് ഈ തച്ചപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലെ മുഴുവൻ സംഘാടകരും ഞങ്ങളാണ്. ഇതിന്റെ പരിപാടി നടത്തുന്നത് ഞങ്ങളാണ്, പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്ന പരിപാടി നടത്തുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം നാളുകളിലെ ഈ നാടിന്റെ നമ്മുടെ നാട് അറിയപ്പെടുന്നത് ഈ പരിപാടിയുടെ പേരിലായിരിക്കാം. വീരനാട്യം എന്ന പരിപാടി ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളതാണ്. കുറച്ചു ആയിട്ടുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന ഒരു കലാരൂപം. ഇന്ന് ഒരുപാട് പേര് അത് ഏറ്റെടുത്തത്. അരിമ്പൂര് പഞ്ചായത്തില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ ഒരു സജീവമായിട്ടുള്ള ഒരു ടീം ഇവര് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ്. നന്നായിട്ട് ഇനിയിപ്പോ യുവതാരക്കാര് അവിടെ പരിപാടി ഉണ്ട്, അവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് അഭിനന്ദിക്കാം നമ്മുടെ കുട്ടികളെ. കാരണം ശോഭേച്ചി പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതിഭ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ തട്ടകത്തമ്മയുടെ നൃത്യങ്ങൾ നടത്താനായി നമ്മുടെ പിള്ളേര് ഒരുപാട് കാലമായിട്ട് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായി വന്ന നമ്മുടെ ജോസേട്ടൻ, അതുപോലെ സ്വാഗതം പറഞ്ഞ ബിന്ദു, പിന്നെ നമ്മുടെ ടീമുകള്, പിന്നെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീഷ്, ഇവിടെ കൂടിയുള്ള എല്ലാ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെയായ ഓണമാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അത്തം മുതല് നമ്മൾ 10 ദിവസം പൂക്കളിടലും അതുപോലെ തന്നെ നമ്മളുടെ ഓണക്കോടിയെടുക്കലും ഓണസദ്യ ഒരുക്കലും ഓണക്കളികളായിട്ട് നമ്മൾ പഴയ പോലെ ഒന്നുമില്ലെങ്കിലും നമ്മളത് പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ വലിച്ചു പിടിച്ച് നമ്മളെല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് അച്ഛൻ ജോലിക്ക് ബാക്കി എല്ലാവരും വീട്ടിലുണ്ടാവും. ഇപ്പൊ നമുക്കൊരു വീട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആരുമില്ല, എല്ലാവരും ജോലിക്കാര്.
മക്കളെ നോക്കിയ വിദേശത്ത്. അപ്പോൾ ഒരു വീട്ടില് അംഗങ്ങളില്ല, നമുക്ക് പരിപാടികൾ അവതരിപ്പിക്കാനൊന്നുള്ള സാഹചര്യം ഇല്ല. അപ്പൊ നമുക്ക് പൂക്കള് റെഡിമെയ്ഡായി മേടിക്കണു, സദ്യ നമ്മൾ റെഡിമെയ്ഡ് ആക്കണം. എന്നാലും നമ്മള് ഈ 10 ദിവസം നമ്മൾ ഓരോ വീട്ടിൽ നോക്കുമ്പോ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവരെ നമ്മൾ അഭിനന്ദിക്കണം. പ്രതിസന്ധികളിൽ തളരാതെ, പ്രതിസന്ധികളിൽ പിറകോട്ട് പോകാതെ അവർ കാണിച്ച ഊർജം ഇനി അവരുടെ മുന്നോട്ടുള്ള കാലത്ത്, മുന്നോട്ടുള്ള പ്രയാണത്തിലും സംഭവിക്കട്ടെ. അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകട്ടെ. ഈ പരിപാടി, ഇന്നത്തെ പരിപാടിയോട് കൂടിയിട്ട് അവർക്ക് ഇത് പ്രൊഫഷണലായിട്ട് കളിക്കാൻ പോണില്ല. നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് ഇവർ കളിക്കാൻ പുറത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഇവർക്ക് കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഈ തട്ടകത്തമ്മ എന്ന പേര് നമുക്ക് ഇന്ന് ഇപ്പൊ യൂട്യൂബുകളിലൊക്കെ കൂടുതൽ ഈ വീരനാട്യം പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഇവരെ പേര് മുഴങ്ങിക്കേക്കട്ടെ. അങ്ങനെ നമ്മുടെ നാടിന്റെ യശസ് ഉയരട്ടെ. അത് നമുക്ക് അഭിമാനമാകാം. എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് നന്ദി കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മൾ ഇത് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാണ്. അതിന് നമ്മുടെ മെമ്പർ ശോഭന ക്ഷണിക്കും. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മക്കളുടെ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ ശോഭ ഷാജി, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ബിന്ദു സുരേഷ്, പിന്നെ സബിത പ്രസാദ്, സബിത കർണാടകയ്ക്ക് അതിരോട്ടുണ്ട്, സബിതയിലല്ല, പിന്നെ തട്ടകത്തമ്മയുടെ നാട്യ നൃത്തങ്ങൾ, വീരനാട്യ നൃത്തങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന നമ്മുടെ മക്കള്. ഓരോരുത്തരുടെ പേര് ഇത് അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നന്ദി പറയുന്നത് നമ്മുടെ സുദാസൻ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് പ്രത്യേകിച്ച് ആരും സ്വന്തമല്ല, എല്ലാവരുടെയും ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയുമായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇത് തീരുന്നവരെ എല്ലാവരും ഇവിടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എല്ലാം നമ്മളിപ്പോൾ വീടുകളിൽ വയ്ക്കാതെ കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത് പോലെ പുതിയ ഒരു ഗ്രൂപ്പിൽ കാശ് കൊടുത്ത് വരുത്തി നമ്മളിവിടെ പരിപാടികൾ അവതരിപ്പിക്കുകയല്ല. നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർ ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന ഒരു ആശയവുമായി വരികയാണ്. അപ്പോൾ അവരെ എല്ലാ നിലയ്ക്കും നമ്മളും നമ്മുടെ ഈ പ്രദേശവാസികളെല്ലാവരും നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവരാദ്യം എന്നെ സമീപിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയിലാണ് എന്നെ സമീപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നാലാവുന്നതെല്ലാം ചെയ്തു. അതുകൂടാതെ പലരും ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ വളരെ വിജയകരമായി തന്നെ സാമ്പത്തിക കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ പരിപാടിയുടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാവേലി നാട് വാഴും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തും ആർക്കും മുട്ടില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല വെള്ളോളമില്ല പൊടിയോജനം. പക്ഷേ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അന്ന് ഒരുപാട് ഒരു ഓണത്തിനായിരിക്കും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇന്ന് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഓണമാണ്. ഭക്ഷണം വേണ്ട, കുട്ടികളൊക്കെ വടിയെടുത്തിട്ടും മൊബൈൽ കാണിച്ചിട്ടും വേണം ഭക്ഷണം കൊടുക്കാൻ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഈ പരിപാടി അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ കുട്ടികൾ
പറയാതെ ചിന്താതെ മൃദുമന്ത്രം ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചതവര വേണം കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാലി പകരായാൽ അടക്കം വേണം വീട്ടിൽ അവിടെ വെള്ളത്തിലെ കളിക്കുക വെള്ളത്തിൽ കൂടെ പോവാ അവനും പോവില്ല
உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் பெண் நெஞ்சு தடுமாறுதே விதையில்லாமல் வேறில்லையே സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ.
എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ദീപം കുടുംബശ്രീയിലെ അംഗമായ സുശീല അവരുടെ കുടവടി മത്സരമാണ്, കുടമുത്ത് മത്സരം ആണ് ഇനി നടക്കാൻ പോകുന്നത്. കുടാമുതടി കുടാമുതടി കുടത്തിപ്പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുടത്തിപ്പെണ്ണേ. കുടാമുതടി കുടാമുതടി കുടത്തിപ്പെണ്ണേ, കുടത്തിന്റെ വില പറയടി കുടത്തിപ്പെണ്ണേ. ഗോലും
കബഡി പാത്തേണ്ടി പീലി കബഡി പാത്തേണ്ടി പുഴയിൽ വൈകാശി തിങ്കൾ ഞാൻ 2012 എഴുതി പ്രസിദ്ധീകരിച്ച കുടിയിറക്കൽ എന്ന കഥാപുസ്തകത്തിലെ ഒരു കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേരും കുടിയിറക്കൽ എന്നു തന്നെയാണ്. ആ കഥാപുസ്തകത്തിന് അവതാരിക എഴുതി തന്നിട്ടുള്ളത് എഴുത്തുകാരനും നിരവധി അവാർഡുകൾ വാങ്ങിയ അരിമ്പൂർ സ്വദേശിയായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നാരായണ സാർ. Sweet.
ಮಾತನಾಡಿಂದಾರೇನುಂದೋ Thank you.
റെഡി റെഡി ഒന്ന് ഇങ്ങോട്ട് നോക്കി, ഒന്ന് ഇങ്ങോട്ട് നോക്കി, രണ്ടോളം റെഡി. റെഡി 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 ഒരു ചേട്ടാ റെഡി. വലിയ കപ്പട ഞങ്ങൾ പൊക്കി കളിക്കും. മാത്രം പറഞ്ഞേട്ടാ, ഒന്ന് ചിരിക്കാട്ടാ, കാശരവില്ല. പേര് പറയടാ.